ദിയ കൃഷ്ണയുടെ കഴിഞ്ഞ വ്ളോഗിനകത്ത് പറഞ്ഞൊരു കാര്യമാണ്. എനിക്കിത് പേഴ്സണലി ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ്. മേ ബി എൻ്റെ വ്യൂവേഴ്സിൽ എസ്പെഷ്യലി ന്യൂലി മാരീഡ് ആയിട്ടും അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ലൈക്ക് കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്ന, ന്യൂക്ലിയർ അല്ലാതെ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്ന ആളുകൾക്കും മേ ബി കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും. നമ്മളൊക്കെ ടൂർ പോകുന്ന സമയത്ത് നമ്മളെ അച്ഛനമ്മമാരെ കൊണ്ടുപോകാതെ ടൂർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ പലരും അതെന്താ നിങ്ങൾ പാരൻസിനെ കൊണ്ടുപോകാത്തതെന്ന് ചോദിക്കും. അല്ലെങ്കിലും പൊതുവേ നമ്മുടെ കുറേ കൂട്ടക്കാരും കുടുംബക്കാരും നാട്ടുകാരൊക്കെ ചോദിക്കും, അത് നിങ്ങൾ ഒറ്റയ്ക്ക് വന്ന് വാര്യം ഭർത്താവും എന്താണ് അച്ഛനും ഇനിയും കൊണ്ടുപോകാത്ത. ഇതൊരു സീൻ ഐറ്റമാണ്. സിമിലർ കൈൻഡ് ഓഫ് തിങ് ദിയ കൃഷ്ണ അവർക്ക് വന്ന ഒരു കോമെൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ തൊട്ടുമുറത്തൊരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ ഇതിനകത്തൂടെ പറയാം. വേറൊന്നല്ല, എൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ ഞാനൊരു റാൻഡം ആളുടെ കമൻറ്റ് കണ്ടായിരുന്നു. അത് ഈ ചിലവർക്ക് എന്ന് പറയുമ്പോൾ നല്ലൊരു സാധനം കണ്ടാലും അത് നല്ലതവർക്ക് പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, ദാറ്റ്സ് ഫൈൻ. എന്നാൽ ഒന്നും മിണ്ടാതെ പോകാനും പറ്റില്ല. അതൊരു തരം ക്രിമികടിയാണ്, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ എന്തെങ്കിലും പറയണം, പക്ഷെ നല്ലത് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ചൊറി പറഞ്ഞിട്ട് പോവാം. അതുകൊണ്ട് പറഞ്ഞിട്ട് പോകുന്നൊരു സംഭവമായിരുന്നു, നിങ്ങൾക്ക് 3 പേരും കൂടെ എന്തിനായി പോകുന്നത്, ഫാമിലിയുടെ കൂടെ പൊയ്ക്കൂടെ, അശ്വിനും ഉണ്ടല്ലോ ഫാമിലി, ദിയയ്ക്കും ഉണ്ടല്ലോ. ഉണ്ട്, നമ്മുടെ എല്ലാവരുടെയും ഫാമിലി ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. പക്ഷേ ഞാനും അശ്വിനും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അല്ല. വി ആർ നോ ലോങ്ങർ ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ട്. വി ഹാവ് എ ബേബി ആൻഡ് വി ഹാവ് എ ഫാമിലി. ദിസ് ഇസ് മൈ ഫാമിലി. വി ഹാവ് സ്റ്റാർട്ടഡ് എ ഫാമിലി. അപ്പോൾ ഈ ഫാമിലി നിങ്ങൾ പറയുമ്പോൾ നമ്മളൊരു ഫാമിലി ആണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി വേണമെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അത് ആരാണ് അഫ്കോഴ്സ് ചിലപ്പോൾ ഈ സംസാരിക്കുന്ന ആളുടെ വീടൊരു ജോയിൻറ്റ് ഫാമിലി ആയിരിക്കാം. പ്രൈവസി എന്നൊരു സംഭവം അവരുടെ ഫാമിലിയിൽ ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ അതുപോലെ എല്ലാവരും ജീവിക്കണം എന്ന് ആഗ്രഹിക്കരുത്. ഓക്കെ, അപ്പോൾ ദിയ കൃഷ്ണയുടെ കേസിൽ തന്നെ തുടങ്ങാം. ആക്ച്വലി ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഡേ ടു ഡേ ലൈഫ് വ്ളോഗാക്കി ചെയ്യുന്നതുകൊണ്ട്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ആളുകൾ കുറച്ചും കൂടിയും അതിൻ്റെ ഒരു ഓഡിറ്റ് വെച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? നിനക്കെന്താ അച്ഛനും അമ്മേനെയും കൊണ്ടുപോയാൽ, നിനക്ക് അച്ഛനും അമ്മയില്ലേ, നീയും നിൻ്റെ ഹസ്ബൻഡും കുട്ടിയും മാത്രം തണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണോ? മനസ്സിലായി? ഇത് കാണുന്നത് കൊണ്ട് ചോദിക്കുന്നു എന്ന് വിചാരിക്കാം. ഇനി ഇവരിത് നിങ്ങൾ ഒഴിവാക്കുക. ഇങ്ങനത്തെ ഒരു വ്ളോഗോ കാര്യങ്ങളോ എവിടെയും പബ്ലിഷ് ചെയ്യാത്ത സാധാരണ ജോലി ചെയ്ത് ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കപ്പിള്, അവർ റീസെൻ്റ്ലി മാരീഡും കൂടിയാണെന്ന് വെച്ചോ, അവരെവിടെയെങ്കിലും ഒരു 1-2 സ്ഥലങ്ങളിൽ ടൂർ പോയി. ഓക്കെ, ടൂർ പോകുന്ന സമയത്ത് ഫാമിലി എസ്പെഷ്യലി ചെക്കൻ്റെ വീട്ടിലെ അമ്മായിയച്ഛനെയും അമ്മായിയമ്മേനെയും കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ അത് മരുവളുടെ പ്രശ്നം. മരുവോള് പറഞ്ഞു എന്താ ഓളാവും ഇതിന് കാരണം, ഓള് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടാവില്ല, ഓള് ഓനെ കൊണ്ട് ഒറ്റയ്ക്ക് കൊണ്ടുപോയിച്ചു, അപ്പോൾ ഓള് ഓനെയും കൊണ്ടുപോയി. ഇത് പറയുന്ന കുറേ നാട്ടുകാരും കൂട്ടക്കാരും കുടുംബക്കാരും ഉണ്ട്. പിന്നെ ചെക്കന്മാരെ തലയിലിടുന്നൊരു പ്രഷറുണ്ട്. ഓക്കെ, ചില ആൺകുട്ടികൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഒറ്റയടിക്ക് നമ്മളെ എന്താ പറയുക, ഒരു ഞാൻ ഭാര്യ എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടാൻ ഭയങ്കര പാടായിരിക്കും. അത് പെൺകുട്ടികളും മനസ്സിലാക്കണം, കല്യാണം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടികളും മനസ്സിലാക്കണം, കല്യാണം കഴിക്കുന്ന പെൺകുട്ടികളത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം. ഏത് ഞാനങ്ങനെ സ്ട്രഗിൾ ചെയ്ത ഒരാളാണ്, ഞാനത് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് എൻ്റെ ലൈഫ് കുറച്ചും കൂടി ഹാപ്പി ആയത്. അതായത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഫാമിലി, അതുവരെ ഫാമിലിയുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക, ഫാമിലിയുടെ ഒപ്പം പുറത്തു പോവുക, ഫാമിലീനെയും കൂടി കൊണ്ടുപോവുക, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പെട്ടെന്ന് കയറി വരുന്നൊരു പെൺകുട്ടി പറയും എനിക്ക് പ്രൈവസി വേണ്ടേ. നമ്മളെ ഫാമിലി അവർ ചോദിക്കുന്നത് വളരെ കറക്റ്റാണ്. അവരുടെ ചോദ്യങ്ങൾക്കൊന്നും എവിടെയും ഒരു തെറ്റ് ചെയ്യാൻ പറയുന്നില്ല. ബിക്കോസ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എൻ്റെ ഫാമിലി, അതാണ് എൻ്റെ ഫസ്റ്റ് ഫാമിലി എന്ന് പറയുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാലേ ലൈഫിൽ നമുക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാനത് പറയുന്നത് നമ്മളെ അച്ഛനും അമ്മേനെയും ഒഴിവാക്കണം എന്നല്ല കേട്ടോ. ബട്ട് അവരച്ഛനും അമ്മയായിരുന്ന സമയത്ത് നമ്മൾ കുട്ടികളായിരുന്നു. അവർ നമ്മളെ കുട്ടിയടക്കമുള്ള ആ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് വളർത്തി അവർ ഈ സ്റ്റേജിൽ എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെയാവണം നമ്മളും. ഓക്കെ, ഇതിൽ ദിയ കൃഷ്ണയുടെ കേസിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവരൊക്കെ വെൽ ആൻഡ് ഫിറ്റാണ്. മനസ്സിലായോ? ഫിനാൻഷ്യലിയും പിന്നെ ഫിസിക്കൽ ആസ്പെക്ട്സ് നമുക്കറിയില്ല, ബട്ട് ഫിനാൻഷ്യലി എല്ലാം സൗണ്ടാണ്. അവർക്ക് ടൂർ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ അച്ഛനും അമ്മയ്ക്ക് തന്നെ ടൂർ പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അവർക്കതിനുള്ള വകുപ്പുള്ളതുകൊണ്ട് അവർ പോവും. അതില്ലാത്തൊരു അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ മേ ബി പറയുന്നതിൽ വീണ്ടും അതൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു അച്ഛനും അമ്മയൊക്കെ അവന് പോകാൻ പറ്റില്ല, നിങ്ങൾ കൊടുത്തിട്ട് വേണ്ട, നിങ്ങൾ കൊണ്ടുപോയിട്ട് വേണ്ടതെന്ന് പറയുന്ന സമയത്ത് ഇവർ ഒട്ടും കൊണ്ടാതെ ആകുമ്പോൾ അതൊരു ചോദ്യമായിട്ടോ അല്ലെങ്കിൽ കറക്റ്റ് റെലവൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടോ പറയാം. അങ്ങനെ ചോദിക്കുന്നതാണെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ ഇത് അങ്ങനെയല്ല. അവർ വെൽ ഓഫാണ്, അവർക്ക് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇവരുടെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ്, ഇവരുടെ ന്യൂക്ലിയർ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പോയി ചൊറി കൊട്ടിയിട്ടൊരു കാര്യമില്ല. അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആരോട് ചൊറി കൊട്ടിയിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. മനസ്സിലായോ? ഞാനിത് കേട്ടിട്ടുണ്ട്.
ഇപ്പം ഞാനും സ്നേഹയാണ് മെജോറിറ്റി ട്രാവൽ ചെയ്യാറ്. ഓക്കെ, നിങ്ങളെവിടെയും ഞങ്ങൾ റെയറായിട്ടാണ് എവിടെയെങ്കിലും പോകുന്നത് സ്നേഹ വ്ളോഗ് ഇടുന്നതോ അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ കാണുന്നതോ ആയിരിക്കും ഞാനും സ്നേഹം ട്രാവൽ ചെയ്യുന്നത്. അവിടെ എവിടെയും നിങ്ങൾ എൻ്റെ ഫാമിലിയെ കണ്ടിട്ടുണ്ടാവില്ല, സ്നേഹയുടെ ഫാമിലിയെ കണ്ടിട്ടുണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ഞങ്ങൾ ഇടാറില്ല. ഓക്കെ, പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഫാമിലിയെ കൊണ്ടുള്ള ടൂറുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന പരിപാടികളോ ഇല്ല. അത് വേറൊരു ആസ്പെക്ട്. ബിക്കോസ് ഞങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഞാനും സ്നേഹി അടങ്ങുന്ന എൻ്റെ ഫാമിലിയാണ്. അപ്പോൾ അതിലാണ് ഞാൻ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബിക്കോസ് ഞങ്ങൾ തുടക്ക സ്റ്റേജാണ്. ഞങ്ങൾക്ക് ബിൽഡ് ചെയ്യണം ആ എൻവയോൺമെൻറ്റിക്ക്, ആ എക്കോസിസ്റ്റത്തിക്ക്. ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എക്കോസിസ്റ്റത്തിക്ക് ഞങ്ങൾക്കൊരു കുട്ടിയെ കൊണ്ടുവരണം. ഇനി ആ കുട്ടി വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ വേൾഡ് അങ്ങനെ പോകും. എൻ്റെ പ്രൈമറി കൺസിഡറേഷൻ അവിടെ ആയിരിക്കും. ഞാൻ അതവിടെ വയ്ക്കും. അങ്ങനെ ആവണം, അങ്ങനെ ആണ് എന്നാണ് ഞാൻ ധരിച്ചു വയ്ക്കുന്നത്. ഞാൻ ഈ ചോദ്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ട് കാണും. ഞാൻ ഈ വീഡിയോസ് ഇടാഞ്ഞിട്ട് വരെ എൻ്റെ ഫാമിലിയോട് പോയി ചോദിക്കുന്ന കുറേ ചൊറിയൊട്ടിയന്മാരുണ്ട്. അതിപ്പോൾ എന്താ ഇപ്പോൾ ഇത് സ്നേഹിസായി മാത്രം പോലും ശ്രീജേനെ അങ്ങോട്ടും കൊണ്ടുപോയില്ല, അല്ലെങ്കിൽ അനിയത്തിനെ അങ്ങോട്ട് കൊണ്ടുപോയില്ല, ഇങ്ങനെയൊക്കെ പോയി ചോദിക്കും എൻ്റെ അമ്മേനോട് അനിയത്തിമാരോടൊക്കെ. പലപ്പോഴും പാവം അവരൊന്ന് ചോദിക്കാറുണ്ട്. കാരണം ഈ ചോദ്യം കിട്ടുകൊണ്ട് അവർ ചോദിക്കുന്നത്. അവർക്കും ഈ പറഞ്ഞ പോലെ ഞാൻ തന്നെ കൊണ്ടുപോകണമെന്നില്ല. അവർ പോകുന്ന ആൾക്കാരാണ്, അവർക്ക് പോകാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരല്ല എൻ്റെ വീട്ടുകാരും. അപ്പോൾ എനിക്കും അത് നന്നായിട്ട് അറിയാം. ഇനിയിപ്പോൾ എൻ്റെ അമ്മയ്ക്കോ ബാക്കിയുള്ളവർക്കും ഒരു ആഗ്രഹം തോന്നുകയാണ് എൻ്റെ ഒപ്പം തന്നെ വരണം എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാനും ഞാൻ ഓക്കെയാണ്, കൊണ്ടുപോയിട്ടുണ്ട്, അങ്ങനെ കൊണ്ടുപോകും ചെയ്യും. പക്ഷെ ഈ കാണുന്ന നാട്ടുകാരുടെ ചൊറിയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഈ ഫാമിലി, റിലേറ്റീവ്സ്, അതുപോലെ കുറേ നാട്ടുകാർ, ഇങ്ങനെ പന്നത്തരം മാത്രം നോക്കി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എവിടെയെങ്കിലും ചൊറിഞ്ഞൊന്ന് കുത്താൻ പറ്റുമോ? ഇത് ഞാൻ ബിഗ് ബോസ് പോയ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് ബിഗ് ബോസ് പോയിട്ട് ഞാൻ ഈ സ്നേഹ അമ്മ വിഷയം പറഞ്ഞ സമയത്ത് എൻ്റെ പൊന്നി, എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒന്നും ഇതുവരെ പറയാത്തതോ ഇടാത്തതോ കൊണ്ട് എൻ്റെ പേഴ്സണൽ എൻ്റെ പ്രൈവസി ഞാൻ എക്സ്പോസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് വലിയ സീൻ ഉണ്ടായില്ല. പക്ഷേ എൻ്റെ നാട്ടിലും എൻ്റെ കുടുംബക്കാരുടെ ഇടയിലും അപ്പം അങ്ങനെയല്ലേ, അപ്പം സ്നേഹിയും അമ്മയും തമ്മിലുണ്ടല്ലേ, അതാണ് അവർ രണ്ടാളും എപ്പോഴും ഇങ്ങോട്ടൊക്കെ ഒറ്റയ്ക്ക് പോകുന്നത്, അതാണോ ആ അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുപോകാത്തത്. ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. എന്നോട് പേഴ്സണലി വന്ന് ചോദിച്ചാൽ 1-2 ആൾക്കാർക്ക് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. കാരണം അവരൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇപ്പം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, നമ്മൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ഇത് എൻ്റെ ഫാമിലി ഇതാണെങ്കിൽ മുതൽ. ഓക്കെ, അങ്ങനെ കൺസിഡറേഷൻ കൊടുക്കുന്ന അത് ആക്സെപ്റ്റ് ചെയ്യുന്നവർ ഡെഫിനറ്റ്ലി നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് ഗോസ് ടു നമ്മുടെ ട്രിപ്പ്, നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മുടെ ചുറ്റുപാട്, നമ്മൾ ആസ് എ ഫാമിലി ഇങ്ങനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഞാൻ എൻ്റെ ഒരു ഏർലി സ്റ്റേജ് ഓഫ് മാരേജ് ആ കഴിഞ്ഞ് കുറച്ച് ഒരു ടൈമിൽ സ്നേഹനോട് എപ്പോഴും പറയാറുണ്ട്, എന്നെ കൊണ്ടുപോകണം, എന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോകണം. ഇപ്പോഴും ഇടയ്ക്കൊക്കെ പറയാറുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ കുറച്ച് സീനുള്ളത് കൊണ്ട്, എനിക്ക് ഈ ലോ ഷുഗറിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ലോങ് ട്രാവലിനൊക്കെ എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിപ്പോൾ സ്നേഹനെ കൊണ്ടുപോകാൻ പറ്റില്ല, ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പോഴൊക്കെ നമ്മളിപ്പോൾ കാർ വെച്ചിട്ട് നമ്മൾ അധികം ഫ്ലൈറ്റിലാണ് പോകാറ്. ലോങ് ഡെസ്റ്റിനേഷനൊക്കെ നമ്മൾ അങ്ങനെ പോകാറ്, അങ്ങനെ പറ്റും. അല്ലാത്ത പക്ഷം നമ്മൾ ഫ്രണ്ട്സായിട്ട് പോകുമ്പോഴടക്കം പിന്നെ സ്നേഹിത് മനസ്സിലായി തുടങ്ങി, ലൈക്ക് ഓക്കെ ഫിസിക്കൽ കണ്ടീഷൻ സീനുള്ളത് കൊണ്ടാണ് വി ആർ ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ് എന്നുള്ളത്. ഓക്കെ, ഐ ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഇത് മനസ്സിലാക്കാതെ ലൈക്ക് ചില ഭാര്യമാർ കാണും, ഭർത്താക്കന്മാരെ സിറ്റുവേഷൻ മനസ്സിലായി. ചില ഭർത്താക്കന്മാർക്ക് ഒട്ടും ഫാമിലിയിൽ നിന്ന്, ഇത് ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയുന്നത്, പെട്ടെന്ന് നമ്മുടെ ഫാമിലിയിൽ നിന്ന് അങ്ങോട്ട് മാറി ന്യൂക്ലിയർ ആവാനും ശേഷം പാടായിരിക്കും. പക്ഷെ ഇവർ പറയൂ, ദേ ഡിമാൻഡ്, അവർ ഡിമാൻഡ് ചെയ്യുന്നതിന് തെറ്റ് പറയുന്നില്ല, ബട്ട് ദേ ഹാവ് ടു ഗിവ് ടൈം കൊടുക്കണം. പിന്നെ ഡെഫിനറ്റ്ലി അങ്ങനെ ആവണം എന്നാണ് ഞാൻ പറയുന്നത്. ഈച്ച് ആൻഡ് എവറി ഫാമിലി അങ്ങനെ ആവണം, എന്നാലേ അതൊരു ഫാമിലി ആയിട്ട് ബിൽഡ് ആവുള്ളൂ. അല്ലെങ്കിൽ അടുത്തൊരു ഫാമിലി ആയിട്ടില്ല, അത് ജോയിൻറ്റ് ഫാമിലി മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ജോയിൻറ്റ് ഫാമിലിക്ക് അകത്ത് നമുക്ക് പ്രൈവസി ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. പ്രൈവസി ലിമിറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര പാടാണ്. നമുക്ക് പ്രൈവസി വേണം ആസ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. നാളെ കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിയുടെ പാരൻ്റ് എന്നുള്ളതാണെങ്കിൽ നമുക്ക് പ്രൈവസി വേണം, ഡെഫിനറ്റ്ലി നമുക്ക് പ്രൈവസി വേണം. ജോയിൻറ്റ് ഫാമിലിയുടെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ പ്രൈവസി പോണതാണ്. ആ പ്രൈവസി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം പാടുള്ള പരിപാടിയാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു സോഷ്യൽ സിറ്റുവേഷനകത്ത് പ്രൈവസിയാണ് എല്ലാവർക്കും കിട്ടാൻ പാടുള്ള പരിപാടി. പ്രൈവസി കീപ്പ് ചെയ്യാനാണ്, അതിലാണ് എല്ലാവരും പ്രയോറിറ്റി കൊടുക്കേണ്ടതും. അത് പ്രയോറിറ്റൈസ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഇമോഷൻ വെച്ച് പോകാൻ പറ്റില്ല. ഇല്ലെങ്കിൽ കണ്ടവരൊക്കെ നമ്മൾ ഇമോഷനിൽ വന്ന് തലയിട്ടിട്ട് പോകും. അപ്പോൾ പ്രൈവസി കീപ്പ് ചെയ്യുക എന്നുള്ളൊരു സംഗതിയുണ്ട്. അപ്പോൾ ഇവിടെ ദിയാകൃഷ്ണ നല്ല ഇൻകം വാങ്ങുന്ന ഒരാളാണ്, ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് ബിസിനസ് ഉണ്ട്, ഹസ്ബൻഡ് വർക്കിംഗ് ആണ്, അവർക്ക് കുട്ടിയായതിനു ശേഷം അവർ അവരുടെ ഫാമിലിയാണ് ബിൽഡ് ചെയ്യുന്നത്. ആ ഫാമിലി ബിൽഡ് ചെയ്യുന്നതിൻ്റെ ബേസിക് സാധനമാണ് അവരുടെ ഹാപ്പിനെസ് എന്നുള്ള. ആ ഹാപ്പിനെസ്സിന് ട്രാവൽ ചെയ്യുന്നു. ആ ട്രാവൽ ചെയ്യുന്ന കൂട്ടത്തിൽ എല്ലായിടത്തേക്കും എന്താ ഈ പെണ്ണ് കാണിക്കണേ, അവളെ അച്ഛനമ്മേനെയും കൊണ്ടുപോകില്ല, അശ്വിൻ്റെ അച്ഛനമ്മേനെയും കൊണ്ടുപോകണില്ല,
ഇതിങ്ങനെ ചോദിച്ചു ചെല്ല്, നിങ്ങൾക്കൊരു നാണവമാനമല്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് നമ്മുടേതായ പ്രൈവസി ഉണ്ട്, ഇൻഡിപെൻഡൻസി ഉണ്ട്, ഫ്രീഡം ഉണ്ട്, അതിനുള്ള പൈസയുണ്ട്, നമ്മൾ കറങ്ങി നടക്കുന്നു. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആൻഡ് ഓൾസോ നമ്മുടെ ഫാമിലി, ഇപ്പോൾ അശ്വിൻ്റെ പേരൻസ് ആയാലും എൻ്റെ പേരൻസ് ആയാലും അശ്വിനെ കുഞ്ഞായിരുന്നപ്പോൾ അശ്വിൻ്റെ വീട്ടുകാർ കണ്ടിട്ടുണ്ട്, അവരെ കൊണ്ടുനടന്നിട്ടുമുണ്ട്. അപ്പോൾ അന്ന് ആരും പോയി ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് വീട്ടിൽ പോയി ഇരുന്നൂടെ എന്നാരും ചോദിച്ചിട്ടില്ല. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും നമ്മൾ 4 പേരും ബേബി ആയിരുന്നപ്പോൾ ഫുൾ ടൈം കൊണ്ടു നടക്കുന്നത് എല്ലായിടത്തും. അന്ന് എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയോ എൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയോ ചെന്നിട്ട് നിങ്ങൾക്ക് നമ്മുടെ കൂടെ ഒന്ന് കുത്തിയിരുന്നൂടെ എന്നാരും ചോദിച്ചിട്ടില്ല. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് ആരും കുത്തി ചോദിക്കാനും നിങ്ങളെ പോലത്തെ ആൾക്കാരും ഇല്ലായിരുന്നു. സോ യാ, they have had their time with their babies, which is us. Now please let us have our time with our baby. ഓക്കെ, നമ്മളെയും കൂടെ ഒന്ന് എൻജോയ് ചെയ്യാൻ വിടും. നമുക്ക് നമ്മുടേതായ ഒരു കുട്ടി ഫാമിലി ഉണ്ട്. വി ആർ ഹാവിങ് ഫൺ ഇൻ ആർ ഓൺ വേൾഡ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലെറ്റ് us ബി. ഓക്കെ, ആൻഡ് സി, അതാണ് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് എടുക്കുക. ഇഫ് യു കാൺട്ട് ഓപ്പൺ യുവർ മൗത്ത് ടു സേ എനിത്തിങ് കൈൻഡ്, ജസ്റ്റ് ഡോണ്ട് ഓപ്പൺ യുവർ മൗത്ത്. അതൊരു ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് ഏറ്റെടുക്കുക. അപ്പം നമുക്ക് ന്യൂ ഇയറിലോട്ട് പോസിറ്റീവായിട്ട് കിടക്കാം. ആസ് ഷീ സെഡ്, നമ്മുടെ വേൾഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാക്സിമം ആൾക്കാർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. കല്യാണം കഴിഞ്ഞവർ എസ്പെഷ്യലി അത് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിരിക്കും. മനസ്സിലായോ? ഇപ്പോൾ കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ്സ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒറ്റപ്പെട്ടു പോവില്ല. പല സാഹചര്യങ്ങളിലും നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള പല വ്യക്തികൾ കൂട്ടുകുടുംബത്തിലുള്ളപ്പോൾ നമുക്ക് ഭയങ്കര മെൻ്റലി ഒക്കെ ഫിസിക്കലി ഒക്കെ നമുക്ക് ഹെൽപ്പ് രസം കൂടുതൽ കിട്ടുമെങ്കിലും നമുക്ക് ന്യൂക്ലിയറായിട്ട് ജീവിച്ചിട്ടും ഒരു എന്താ പറയുക, ജോയിൻറ്റ് ഫാമിലിയുടെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും കണക്റ്റഡ് ആയിട്ട് ഇരുന്നാൽ മതി. മനസ്സിലായോ? അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ കുറച്ചും കൂടി ജോയിൻറ്റ് ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ കുറച്ച് ചിലവ് കൂടുതൽ, അങ്ങനത്തെ പല പ്രശ്നങ്ങൾ, സ്പേസ്, അങ്ങനത്തെ പല വിഷയങ്ങളുണ്ട്. ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ അങ്ങനത്തെ സീനുകളില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും അടുത്തടുത്ത് നിന്നാലും മതിയല്ലോ, അങ്ങനെ ആവാമല്ലോ. ഇപ്പോൾ പാരൻസ് ഒരു സ്ഥലത്തും അവിടുന്ന് ഒരു കുറച്ച് അപ്പുറത്ത് നമ്മൾ താമസിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് അനുസരിച്ച് ചിലപ്പോൾ അങ്ങനെ പറ്റിയെന്ന് വരില്ല, അപ്പോൾ പാരൻസിന് നമ്മളടുത്ത് കൊണ്ടുവരും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പാരൻസും ഉണ്ട്. ചില പാരൻസ് ഭയങ്കര സീനാണ്, ഭയങ്കര ടോക്സിക് പാരൻസ് ഉണ്ട്. അതായത് കല്യാണം കഴിഞ്ഞ് പോയാൽ അപ്പോഴും മകൻ ഞാൻ പറയുന്നത് കേൾക്കണം, മകന് മകൻ്റെ ഫാമിലിയായിട്ട് നടക്കാൻ പാടില്ല. അതൊരു വലിയ വിഷയമാണ്. അതായത് ചില പാരൻസിന് എങ്ങനെ കളിച്ചാലും അവരെ മകനും മകളും അവർക്കൊരു ഫാമിലി ഉണ്ടായാലും ഇവർ ഭരിക്കണം. മനസ്സിലായോ? ആ അച്ഛനും അമ്മയും ഭരിക്കണം, അല്ലെങ്കിൽ ആ അച്ഛൻ ഭരിക്കണം, ആ അമ്മ ഭരിക്കണം. മകനെയോ മകളെയോ സ്വന്തമായിട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടതിന് ശേഷം അവർക്ക് സ്വന്തമായി ജീവിക്കാൻ അവർ സമ്മതിക്കില്ല. അതിലും ഇവരുടെ ഭരണം പോയിരിക്കണം. ഇവരച്ഛനും അമ്മയായി നമ്മളെ വളർത്തിയ സമയത്ത് ഇവരുടെ അച്ഛനും അമ്മയും അതായത് നമ്മളെ ഗ്രാൻഡ് പാരൻസ് നമ്മളെ പാരൻസിനോട് ഇതേപോലത്തെ ഒരു ടോർച്ചർ ചെയ്തിട്ടുണ്ട്, ഇതേപോലെ ഒരു കൺട്രോൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര ഹാർഡായിട്ടുണ്ടാവും ലൈഫ് എന്നുള്ളതൊന്നും അവർ ചിന്തിക്കില്ല. പലപ്പോഴും സൊസൈറ്റിയിൽ നോക്കും. മനസ്സിലായോ? ചില അച്ഛനമ്മമാരുണ്ട്, അയ്യോ എൻ്റെ മകളും മകനും കല്യാണം കഴിഞ്ഞിട്ട് അവരങ്ങനെ പോകുന്നു, അവൾ അങ്ങനെ ഡ്രസ്സ് ഇടുന്നു, അവൻ ഇതൊക്കെ ചെയ്യുന്നു. ഇത് കൂട്ടക്കാരും കുടുംബക്കാരും നാട്ടുകാരും പോയി പറഞ്ഞു കൊടുക്കുമ്പോൾ നേരെ മകനെയോ മകളെ വിളിക്കും, ഈ എന്താ അങ്ങനെ കാണിച്ചേ, ഈ എന്തെങ്ങനെ ഡിസിഷൻ വരെ എടുക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഒരു ചെക്കൻ്റെയോ അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെയോ അച്ഛനോ അമ്മയായിരിക്കും. അത് വൺ ഓഫ് ദ വേസ്റ്റ് സിറ്റുവേഷനാണ്. മനസ്സിലായോ? ചില ആളുകളുണ്ട്, അച്ഛാ അമ്മേ ഞാനൊന്ന് ടൂറ് പോട്ടെ, അല്ല അച്ഛനും അമ്മയും എങ്ങോട്ടാ പോകുന്നേ, അതിന് തണുപ്പുള്ള എങ്ങോട്ടെങ്കിലും പോകണം എന്നാണ്. പോകണ്ട, ജലദോഷം പിടിക്കും, ആ ടൂറ് കട്ട്. എങ്ങനെയുണ്ട്? അത് ബേസിക്കലി ആ അച്ഛനും അമ്മയും മനസ്സിലാക്കുക എന്നുള്ളത്. കാരണം പേടിപ്പിച്ച് വളർത്തിയതായിരിക്കാം, അനുസരിപ്പിച്ച് വളർത്തിയതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ അനുസരണ പഠിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നതുമാണ് ലൈഫ് എന്നുള്ളത് ഒരു മകനെയോ മകളെയോ പഠിപ്പിച്ചു വിടും. പിന്നെ അവർക്ക് അതിൽ നിന്ന് ആ ഷെല്ലിൽ നിന്ന് പുറത്ത് വരാൻ പറ്റില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കെട്ടി വരുന്ന ചെക്കനോ കെട്ടി വരുന്ന പെണ്ണോ അവരനുഭവിക്കും, പാർട്ട്ണർ സഫർ ചെയ്യും. കാരണം ഇങ്ങനത്തെ ഒരു പാർട്ട്ണർ ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ കുടുങ്ങിയില്ലേ. വെറും അച്ഛനും അമ്മയും മാത്രം പറയുന്ന ഷെല്ലിനകത്ത് നിൽക്കുന്ന ഒരു പാർട്ട്ണറാണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും, അനുഭവിക്കും നമ്മൾ കിടന്നിട്ട്. പിന്നെ അവിടെ ഡിസിഷനൊക്കെ ആ അച്ഛനും അമ്മയും എടുക്കും. മനസ്സിലായോ? അങ്ങനത്തെയൊക്കെ സീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ എന്താ പറയുക, നമ്മൾ മാരേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഗതി തന്നെ ഉള്ളത് എന്തിനാ? പുതിയൊരു ഫാമിലി, അതാണ് കോൺസെപ്റ്റ്. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു ഫാമിലിയാണ് നിന്ന് പോകില്ലേ. പണ്ടങ്ങനെ ആയിരുന്നല്ലോ, എല്ലാം ജോയിൻറ്റ് ഫാമിലി ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു. മനസ്സിലായോ? ഇപ്പോൾ ഈ ഒരു കല്യാണം എന്ന് പറഞ്ഞ സിസ്റ്റം പണ്ട് എക്സിസ്റ്റ് ചെയ്തതെന്നൊക്കെ മാറി ഇപ്പോൾ വരുന്ന സമയത്ത് കല്യാണം ന്യൂക്ലിയർ ഫാമിലി, കല്യാണം ന്യൂക്ലിയർ ഫാമിലി. മറ്റേത് കല്യാണം കുടുംബത്തേക്ക് കൊണ്ടുവരും, കല്യാണം കുടുംബത്തേക്ക് കൊണ്ടുവരും, ജോയിൻറ്റ് ഫാമിലി വലുതാവും. മനസ്സിലായോ? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നടക്കില്ല. അതിനുള്ള വരുമാനമില്ല,
അതിനുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് അത്രയും ലാൻഡ് ഉണ്ടാവില്ല ചിലപ്പോൾ. അങ്ങനത്തെ കുറേ പരിമിതികൾ വന്നപ്പോഴാണ് ഇത് ന്യൂക്ലിയർ ആവാൻ തുടങ്ങി. അപ്പോൾ സ്റ്റിൽ ഇതേപോലെ നമ്മൾ നമ്മുടെ ഫാമിലിക്ക് പ്രിഫറൻസ് കൊടുക്കാതെ ഒരു മാരേജ് ലൈഫ് തുടങ്ങി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ള വിഷയങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഒരു കറക്റ്റ് പോയിന്റ് കറക്റ്റ് ടൈമിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റണം, ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ്. ഞാനത് സഫർ ചെയ്ത് പോയൊരു വ്യക്തി ആയതുകൊണ്ട് പറയുന്നതാണ്. അത് സഫർ ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ്, എസ്പെഷ്യലി ആൺകുട്ടികൾക്ക് ഭയങ്കര സീനാണ്. നമുക്ക് പറയാനും പറ്റില്ല, നമ്മളായിട്ട് ആരും മനസ്സിലാക്കൂല്ല. നമ്മളിങ്ങനെ കുക്കറിൽ മറ്റിങ്ങനെ ഇറച്ചിട്ട് വേവിക്കണ പോലെ കിടന്ന് വേവും. ഇപ്പുറത്ത് ഒരു സൈഡിൽ നമ്മളെ ഫാമിലി, ഇപ്പുറത്ത് എൻ്റെ ഫാമിലി. എൻ്റെ പൊന്നോ ഞാൻ എന്ത് കാണിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ലാതെ ലിറ്ററലി മറ്റേ ഷട്ടിൽ കോക്ക് വന്നിട്ട് ഇവിടുന്ന് ഒരു തട്ട് അങ്ങട്ട് അവിടുന്ന് ഒരു തട്ട് ഇങ്ങട്ട് എന്ന് പറഞ്ഞിട്ട് ഈ കോക്ക് ഇറങ്ങണം അതിൽ കറങ്ങി കിടന്നിട്ട് എപ്പോഴെങ്കിലും ഒന്ന് പറയാൻ പറ്റണം ആരോട്. ഈ രണ്ട് കൂട്ടരിൽ ഏതെങ്കിലും ഒരാളോട് പറയണം, അല്ലെങ്കിൽ രണ്ട് കൂട്ടരോടും പറഞ്ഞിട്ട് പറയണം, എനിക്ക് ജീവിക്കണം. ഇത് ആൺകുട്ടികൾക്കാണ് ഈ സിറ്റുവേഷൻ ഏറ്റവും കൂടുതൽ വന്നിട്ട് എനിക്ക് ജീവിക്കണം എന്ന് പറയാൻ പറ്റണം, അല്ല നടക്കൂല. അപ്പോൾ എനിക്കിത് ഭയങ്കര റെലവൻ്റ് ആയിട്ട് തോന്നി. ഇവരുടെ ഈ വ്ളോഗിനിടയിൽ ഇവരുടെ ഡ്രസ്സിൻ്റെ കാര്യവും കുട്ടിയെ അശ്വിനെ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അഡ്വൈസ് ഒരു വഴിക്ക് പോകുന്നുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ പോകുന്നുണ്ട്. അതൊന്നും എനിക്ക് റെലവൻ്റ് ആയിട്ട് തോന്നിയില്ല. ബട്ട് ദിസ് വൺ ഈസ് വെരി റെലവൻറ്റ് ബിക്കോസ് കുറേ പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഉറപ്പ് പറയാം, എൻ്റെ മെജോറിറ്റി വ്യൂവേഴ്സിൽ 99.9% ആൾക്കാർ ഇത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായോ? എങ്ങാനും ഒറ്റയ്ക്ക് ടൂർ പോയി കഴിഞ്ഞാൽ അത് വീട്ടുകാരെ കൊണ്ടുപോകത്തേ, ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ചോദിക്കും അന്ന് ഞങ്ങളെ കൊണ്ടുപോകത്തേ, ഈ സാധനം ചോദിക്കും. അതോടുകൂടി എന്ത് സംഭവിക്കുന്ന അറിയോ? പാർട്ട്നേഴ്സ് തമ്മിൽ അടിയും. ഒന്നില്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യനോട് അടി. അത് പിന്നെ വലിയ വിഷയങ്ങൾക്ക് പോകും. അത് ആൾക്കാർ എൻ്റെ അച്ഛനും അമ്മേനും മതിയല്ലേ, അപ്പോൾ പെണ്ണ് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളെ അച്ഛനും അമ്മേനും മതിയല്ലേ, ഇതെന്തിനാ പോണോടത്തേക്ക് ഓരോ തൂക്കിക്കൊണ്ടുപോകാൻ നടക്കുന്നത്, അപ്പോൾ എനിക്ക് എന്താ പ്രൈവസി ഇല്ല ഒരാൾ മറ്റേയാളോട്. ഇങ്ങനെ കുറേ സീനുകൾ ഇതിനകത്ത് പെട്ടുപോയി, അത് അനുഭവിച്ച് അങ്ങനെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ, ഒന്നുമില്ലാത്തോടത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ തുടങ്ങുന്ന ആൾക്കാരുണ്ട്. ഇതിനൊക്കെ തിരികൊളുത്താൻ നടക്കുന്ന കുറേ കൂട്ടക്കാർ കുടുംബക്കാർ വേറെ. അവരോടൊന്നും പറയാനില്ല, കാരണം കാലാകാലങ്ങളായിട്ട് നടക്കുന്നൊരു പ്രതിഭാസമാണത്. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ എത്രത്തോളം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. ജസ്റ്റ് റിയലൈസ്, കല്യാണം കഴിഞ്ഞൊരു ന്യൂ ബിഗിനിങ് എന്ന് പറയുന്നത് ന്യൂ ഫാമിലിയാണത്. അത് എൻ്റെ ഫാമിലിയാണ്. കല്യാണം കഴിച്ച ഞാനാണെങ്കിൽ അന്ന് മുതൽ ഞാൻ, ഭാര്യ, കുട്ടി ഉണ്ടാകുന്നെങ്കിൽ കുട്ടി, അത് എൻ്റെ ഫാമിലി. അതൊരു ന്യൂ ഫാമിലി. അത് എൻ്റെ അച്ഛനും അമ്മേൻ്റെയും ഫാമിലിയെ പോലെ അതേപോലെ കോപ്പി അടിച്ച് എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല. അവർ ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അവരെയും കൊണ്ട് കൂട്ടിയിട്ടൊരു ഫാമിലി ആയിട്ട് പോകാനും പറ്റില്ല. ഫാമിലി ഈസ് ഫാമിലി, ബട്ട് ദിസ് ഈസ് മൈ ഫാമിലി. മനസ്സിലായോ? അങ്ങനെ നമ്മളെന്ത് ചെയ്യണം? നമ്മളുടെ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ടൂറ് പോകണം. നമ്മളെ പ്രൈവസി, ഒറ്റയ്ക്കുള്ള സമയങ്ങൾ നമുക്ക് വേണം. നമ്മളുടെ എന്ന് പറയുന്ന ആ ഒരു സംഗതി ബിൽഡ് ചെയ്തെടുത്താലേ നമുക്ക് നമ്മളെ അടുത്ത തലമുറയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, എന്താ പറയുക, ഒരു കറക്റ്റ് പാരൻ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താ, മുത്തശ്ശിയും പറഞ്ഞു തരുന്ന അച്ഛനും അമ്മയും. മനസ്സിലായോ? കുട്ടികളെ പിന്നെ മുത്തശ്ശിയും വളർത്തും. പല വീടുകളിലും അങ്ങനെയാണ്. അച്ഛനും അമ്മയില്ല, മുത്തശ്ശിയും പറയുന്ന പോലെ. കാരണം അച്ഛനെ മുത്തശ്ശിയും പറയുന്ന പോലെയാണ്. അച്ഛൻ തന്നെ അച്ഛൻ്റെ പാരൻസ് പറയുന്നത് കേട്ടിട്ടാണ്. അപ്പം അച്ഛൻ്റെ മകൻ പിന്നെ പറയുന്നത് പിന്നെ മുത്തശ്ശിയും ഭരിക്കുന്ന പോലെയാണ്. ചില പാരൻസിനാണ് ഈ അഡമൻ സ്റ്റാൻഡ് ഉള്ളത്. പാരൻസിന് ഉത്തരം പറയാൻ പറ്റണം. ഇതേപോലെ മക്കളോട് ആരെങ്കിലും, മക്കൾ കല്യാണം കഴിഞ്ഞ് പോയിട്ട് അവരൊറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അതെന്താ നിങ്ങളെ കൊണ്ടുപോയില്ലേ, അതെന്താ നിങ്ങളെ നോക്കണില്ലേ എന്ന് പറയുമ്പോൾ ഞങ്ങളാരും നോക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ പറയാൻ പറ്റണം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചില സിറ്റുവേഷൻസിൽ അച്ഛനമ്മയ്ക്ക് അസുഖമോ അല്ലെങ്കിൽ അവർക്ക് ഫിനാൻഷ്യലി ഡൗൺ ആണ്, മക്കൾ നോക്കണം എന്നുള്ളൊരവസ്ഥയാകുമ്പോൾ ആ ടൈമിൽ നോക്കുന്നതിനൊന്നും ഒരു തെറ്റുമില്ല. നോക്കണം, ദാറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി, നോക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലാണെങ്കിലും ട്രൈ ടു കീപ്പ് യുവർ പ്രൈവസി മാറ്റേഴ്സ്. ഒരു കല്യാണം കഴിഞ്ഞൊരു കുടുംബജീവിതത്തിൽ പ്രൈവസിയാണ് അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ദിയ പറഞ്ഞ പോലെ ഐ റിയലി അപ്രീഷിയേറ്റ്. ഇത് പറയാൻ പറ്റണം, ഇതുപോലെ ജീവിക്കാൻ പറ്റണം, നല്ല ഹാപ്പിനെസ് ഉണ്ടാവും.